സ്പൈസ് ആർട്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു പഴുത്ത മാങ്ങ നല്ലൊരു ചോക്ലേറ്റ് ഇട്ട് മാറുന്നതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് മാംഗോലൈറ്റ് ഉണ്ടാക്കുകയാണ് നമ്മുടെ ഓൺ വേർഷൻ. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാൻ എടുപ്പിച്ച് അതിലേക്ക് 2 മീഡിയം മാംഗോ ചെറുതായി കട്ട് ചെയ്ത് മിക്സിയിലിട്ട് വെള്ളം ചേർക്കാതെ അടിച്ചെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ഗ്രാമോളം വരും ഈ പ്യൂരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റോളം ഇതൊന്ന് കുക്ക് ചെയ്യണം. നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ സൈഡിലെല്ലാം ഒന്ന് വിട്ടു പോരണം. ഇതിലെ വെള്ളം കുറേയെല്ലാം വറ്റി തീരുകയും ചെയ്യണം. 5 മിനിറ്റോളം നന്നായിട്ട് വെള്ളം വെട്ടിച്ച് ഡ്രൈ ആക്കിയതിന് ശേഷം സൈഡിൽ ഇതുപോലെ ഒന്ന് വിട്ടു വന്ന് തുടങ്ങുമ്പോൾ ഇതിലേക്ക് 80 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക്, 20 ഗ്രാം ബട്ടർ, അൺസോൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. സോൾട്ടഡ് ബട്ടറാണ് അവൈലബിൾ എങ്കിൽ അത് ചേർക്കുമ്പോൾ പിന്നെ വേറെ സോൾട്ട് ഇതിൽ എക്സ്ട്രാ ചേർക്കരുത്. അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇതേപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് ഇത് രണ്ടും മെൽറ്റ് ആയി കഴിഞ്ഞാൽ അതിലേക്ക് 100 ഗ്രാം പാൽപ്പൊടി, മിൽക്ക് പൗഡർ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. കുറേശ്ശെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നന്നായിട്ട് ഇത് മെൽറ്റ് ആവുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കണം. മിൽക്ക് പൗഡർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതേപോലെ എല്ലാം നന്നായിട്ട് സോഫ്റ്റായി സൈഡിൽ നിന്നെല്ലാം വിട്ട് വരുന്നത് പോലെ ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് 200 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ട്, സാധാ മിൽക്ക് കോമ്പൗണ്ടാണ് ബേക്കിങ്ങിനെല്ലാം യൂസ് ചെയ്യുന്ന വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ട് ചേർത്ത് കൊടുക്കുക. വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കുക. ഈ ചോക്ലേറ്റെല്ലാം നന്നായിട്ട് മെൽറ്റായിട്ട് വരണം. വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ടെല്ലാം ചേർത്ത് ഇതേപോലെ മിക്സ് ചെയ്ത് ആ വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ടിലെ ഓയിലെല്ലാം നന്നായിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇതേപോലെ സോഫ്റ്റായി സൈഡിൽ നിന്ന് വിട്ടു വന്നു തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. സ്വീറ്റ് ബാലൻസ് ചെയ്യാനാണ്. രണ്ടാമതായിട്ട് അതിൻ്റെ കൂട്ടത്തിൽ മാംഗോയുടെ ഫ്ലേവർ ഒന്നുകൂടി എൻഹാൻസ് ചെയ്യാൻ ഒന്നുകിൽ മാംഗോ എസൻസ് ചേർത്ത് കൊടുക്കുക, അതല്ലെങ്കിൽ ഒരു നുള്ള് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. 1 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അടുപ്പത്ത് നിന്ന് മാറ്റാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതേപോലത്തെ ഒരു മോൾഡാണ് ഞാൻ എടുക്കുന്നത്. കുറേശ്ശെ എടുത്ത് ഈ മോൾഡിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. കാരണം സാധാ ചോക്ലേറ്റിൻ്റെ കൺസിസ്റ്റൻസി പോലെ ലിക്വിഡ് ഫോമിലല്ലാത്തതുകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതിൽ വെച്ചില്ലെങ്കിൽ അതിനകത്ത് നിൽക്കില്ല. ഇതേപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് മോൾഡിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. മോൾഡിൽ ഇതേപോലെ നിറച്ച് ഫില്ല് ചെയ്ത ശേഷം ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കുക. കഴിയുമെങ്കിൽ 24 മണിക്കൂർ, അതല്ലെങ്കിൽ 12 മണിക്കൂറിൽ ഫ്രിഡ്ജിൽ വെച്ച ശേഷം മാത്രം പുറത്തെടുക്കുക. അപ്പോഴേക്ക് ഇത് നല്ല തിക്കായിട്ടുണ്ടാവും. അതിനുശേഷം പുറത്തെടുത്ത് നോക്കാം. സോ അത്രയേ ഉള്ളൂ. മാംഗോലൈറ്റ് റെഡിയായി. ഒരു ഹോം മെയ്ഡ് ക്രീമി സ്വീറ്റി ആയിട്ടുള്ളൊരു മാംഗോലൈറ്റ് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടതുപോലെ തന്നെ വളരെ സിമ്പിളാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, അതുപോലെ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്ക് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയും മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ആഴ്ച കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.